ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 1.5 കൊല്ലം കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ആരും അറിയാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്. കള്ളത്തരം ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ. ഒരു നിഗൂഢമായ രഹസ്യം നമ്മൾ ഉണ്ട്. അപ്പം അത് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അതിന് ഒരു സമയമായി വരുന്നുണ്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ. കാരണം നമ്മൾ എല്ലാ കാര്യം നിങ്ങളടുത്ത് പറയാറുണ്ട്, അത് ഷോർട്സിൽ കൂടെ ആയിക്കോട്ടെ വീഡിയോസിൽ കൂടെ ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു കാര്യം നമ്മളിപ്പോൾ ബൈക്ക് വാങ്ങി ആയിക്കോട്ടെ അങ്ങനെ മിക്ക കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു കാര്യം നമ്മൾ നേരിട്ട് പോയി നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മള് വന്നിരിക്കുന്നത്. നമ്മള് ആദ്യമേ പറഞ്ഞാൽ പിന്നെ ഒന്നും ആയില്ലെങ്കിലോ, ഇപ്പോഴും ഒന്നും ആയെന്നല്ല പറയുന്നത്, എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം നമ്മള് ഒരു 1.5 കൊല്ലം കൊണ്ട് തുടങ്ങി വെച്ചു. അതിപ്പം ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്, ഇനിയും ഉണ്ട്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണെന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് എന്താണെന്ന് സംഭവം കാര്യങ്ങളും കാണിച്ചില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം. കാരണം നമുക്കുണ്ടാവുന്ന ഒരു അച്ചീവ്മെന്റ്സും നിങ്ങളെ ഓരോ ആൾക്കാരെയും സപ്പോർട്ട് കൂടെ കൊണ്ടാണ്. സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ അറിയാതെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സമയമായി വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും പോയി കാണാം. ഓക്കെ, പോയാലോ? കണ്ട് തന്നെ നമുക്ക് അറിയാം, ആ സർപ്രൈസ് നേരിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ കേട്ടോ, എന്നാലേ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്. അപ്പൊ ഇതിലായിരിക്കും ബാക്കിയുള്ള എല്ലാ വീഡിയോസും വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ ഫോളോവേഴ്സ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പോയാലോ? ഗായ്സ്, എവിടെ പോയാലും ചേച്ചിക്ക് ഒരു ബാഗ് ഉണ്ട് ഗായ്സ്. ഇത് നമ്മൾ എവിടെ നിന്നാണ് വെച്ചത്? എന്തു ഇത് നമ്മള് കൊല്ലത്ത് ഫെസ്റ്റ് പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പൊട്ടിയേക്കുന്നത്. പക്ഷെ അത് ബാക്കിയൊക്കെ എനിക്ക് നല്ല കംഫർട്ട് തോന്നിട്ടുണ്ട്. മറ്റേ മറൈൻ മത്സ്യകന്യ അത് മാത്രം ഓർമ്മയുണ്ട്. മറ്റേ ചേട്ടൻ കന്യക മാത്രമേ കണ്ടുള്ളന്ന്. പിന്നെ നിങ്ങളടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. അമ്മയും മോനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് വരണം. ഒരു മാക്സിമം ഒരു 3/4 മണിക്കൂർ അതിനുള്ളിൽ തിരിച്ചു വരണം. അതെ, അപ്പൊ അതിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. അപ്പൊ ബായോ, നമുക്ക് ഗേറ്റ് അടച്ചേക്കാം. കാരണം വീട്ടിൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. ഗേറ്റ് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ട് വേണം പോവാൻ. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ഏരിയ അല്ലേ. ശല്യങ്ങളോ ഒന്നുമില്ല, ശല്യം ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ ഫോൺ കൈ താഴെ പോകും. ഓക്കെ, അപ്പം നമ്മള് എന്താണ് സസ്പെൻസ് കാണിക്കാൻ പോവുകയാണ്. നീ പാർത്ത വിഴികൾ, നീ പാർത്ത നൊടികൾ. നമ്മുടെ സസ്പെൻസ് എന്താണെന്നത് ഇനി പറയണ്ട. ഓക്കേ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത കിളിക്കൂടാണ് ഗായ്സ്. അപ്പൊ ഒരു 1.5 വർഷം കൊണ്ട് നമ്മള് അങ്ങനെ കിളി കൂടൊരുക്കി പോലെ ഒരുക്കുന്ന വീടാണ് ഗായ്സ് ഇത്. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, കരിമ്പാലൂരാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ മോളെ? നമ്മളുടെ പേര് കിളിക്കൂടെന്നാണ്. നമ്മളങ്ങനെ കിളി കൂട് വെക്കുന്നവരാണ് നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുവിധം പണി ഒരു പകുതി ആയ നമുക്ക് പറയാല്ലേ മോളെ? ഇനിയും ഇഷ്ടംപോലെ പണികളുണ്ട് ഗായ്സ്. ഇപ്പൊ ടൈൽസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പെയിന്റിംഗ് ഉണ്ട്, പ്ലംബിങ്ങിന്റെ പണിയുണ്ട്, ഇന്റർലോക്കിന്റെ പണിയുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ട്. ഇനി പണി നോക്കിക്കഴിഞ്ഞാൽ പണിയൊന്നുമില്ല, പക്ഷെ ഇഷ്ടംപോലെ കണ്ടാ തോന്നുന്നു ഒരു ഇതായത്. പക്ഷെ അല്ല, ഇനിയാണ് പൈസ പോണത് അല്ലേ. ഇതുവരെ നമ്മൾ 1.5 വർഷം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി ആക്കിയത്. ഇനിയും നല്ല പോലെ ഫണ്ട് വേണം. അപ്പൊ എന്ന് പൂർത്തിയാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ
മെലിഞ്ഞതിന്റെ രഹസ്യം ഉരുകി ഉരുകിപ്പോ. അത് കൊച്ചിനെ നോക്കിയാണ് ഗായ്സ്. ഞാൻ ഇങ്ങനെ കോലം കെട്ട് പോയതിന്റെ രഹസ്യമാണ് ഗായ്സ്. ഓരോ ആശാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നതിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ്. ആ ടെൻഷൻ മൊത്തം ഒരു കുറവില്ലാതെ എനിക്ക് തരുന്നുണ്ട്. വീഡിയോ വയ്ക്കുന്ന എല്ലാ കപ്പിൾസിനും ഫാമിലിക്കും അറിയാം, നല്ല പോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് വീഡിയോ വയ്ക്കുന്നത്. അപ്പൊ അതിനാവുന്ന ഫണ്ടും ചെലവുകളും ഭയങ്കരമാണ്. അപ്പം നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മളെ വീഡിയോസ് കാണുന്നത് മുഖേനയാണ് നമുക്കൊരു കൈത്താങ് ഉള്ളത്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്ര പ്രായമായിട്ടില്ല. ഞങ്ങൾ ഈ ഒരു സമയത്ത് വീട് വെക്കുന്നതിന് കാരണം നമ്മുടെ മോൻ കുഞ്ഞായിരിക്കുക. അപ്പൊ അവൻ ഇച്ചിരി ആവുന്നതിന് മുന്നേ വീടൊക്കെ വെച്ച് നമ്മൾ ഒരു ഇച്ചിരി ഇതായാലും അവൻ ഇച്ചിരി ആവുമ്പോൾ നമുക്ക് അവനെ നല്ലപോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മോന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മള് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ ഒരു സംഭവം എടുത്തങ്ങ് ഇട്ടത്. കാരണം ഇപ്പോഴങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ മോനെ 4-5 വയസ്സാകുമ്പോൾ എങ്ങനെയെങ്കിലും തീർക്കണം എന്നാ. അത്യാവശ്യം കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഓൺ മണി എന്നല്ല, അത്യാവശ്യം കടങ്ങളൊക്കെ ലോണൊക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മളിപ്പോ നിക്കുന്നത് ഇങ്ങനെ. അതിപ്പോ ഏതൊരു നമ്മുടെ നോർമൽ ലൈഫിലുള്ള എല്ലാരെയും പോലെ തന്നെ നമ്മൾ വീഡിയോ വെക്കുന്നത്. അല്ലാതെ കുറെ പൈസ ഉണ്ടായിട്ട് വീട് വെക്കുന്നല്ലോ, ആരും തെറ്റിദ്ധരിക്കില്ല. ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ ലോൺസ് ഉണ്ട് കേട്ടോ, ആരും പറയുന്നില്ല. അതൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ തലറിഞ്ഞു വീണു. അപ്പൊ നമുക്ക് നമ്മളെ വീട് കാണിക്കാം. പിന്നെ ഒരു കാര്യം, ഈ പ്രോപ്പർട്ടി നമ്മളിപ്പോ വാങ്ങിച്ചതാണ്, ഒരു 10 സെന്റാണ് വാങ്ങിച്ചത്. അപ്പൊ 10 സെന്റിൽ നടക്കാണ് നമ്മൾ വീട് വെച്ചേക്കുന്നത്. അപ്പൊ വീട് അത്യാവശ്യം നമ്മൾ ഒറ്റ കൂടുതൽ അത്യാർത്ഥ്യം ഒന്നും ഇല്ല കേട്ടോ. കാരണം ഒരു കുഞ്ഞ് അങ്ങനെയല്ല, നമ്മളെ പൈസക്ക് മുതലാവുന്ന വീട് നമ്മൾ ഉണ്ടാക്കുന്നുള്ളു. ഒരു കുഞ്ഞൊരു വീട്, ഒറ്റ നില വീട്, അത്യാവശ്യം 3 ബെഡ്റൂമും 2 കിച്ചണും പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു നല്ലൊരു കുഞ്ഞു വീട്. അത്യാവശ്യം നല്ല ചെറിയൊരു മോഡൽ ഫാമിലിയാണ് ഞങ്ങൾ. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് വീടുകൾ പോയി കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട് വെക്കുന്ന റിസ്ക് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, വീട് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അന്തും കൂടെ പോയി ഒരു വീട് നോക്കിയായിരുന്നു. അപ്പം ആ ഒരു വീട് ഒരു 17 സെന്റും ഒരു നല്ലൊരു ഊക്കും വീടായിരുന്നു. പക്ഷെ ചോദിച്ച വില ഒരു 50 ലക്ഷത്തിന് പുറത്താ ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒറ്റയടിക്ക് കൊടുക്കുക, മനസ്സിലാകുന്നില്ല. അപ്പൊ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചതാണ് നമുക്കൊരു വീട് പണിയാം എന്ന് വിചാരിച്ചു. അത് നമ്മുടെ ഇഷ്ടത്തിന്. കാരണം നമ്മളിപ്പോ വീട് മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക് 100 കുറ്റങ്ങൾ നമുക്ക് തന്നെ അത് വരും. പിന്നെ അത് നമുക്ക് അങ്ങോട്ട് തന്നെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമുക്കല്ലേ നമ്മുടെ പൈസ എല്ലാം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് അതിൻ്റെ അകത്ത് ഒതുക്കാം. മനസ്സിലായി, ഇപ്പൊ ഒരു ഇത്ര എമൗണ്ടിനകത്തുള്ള വീട് വേണം. അപ്പൊ ആ രീതിക്കാണ് നമ്മുടെ വീട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന്റെ ഇപ്പൊ ഡിസൈനൊക്കെ നമ്മൾ ഓരോ സമയത്ത് ഓരോന്ന് തോന്നുമ്പോൾ അങ്ങനെ അങ്ങ് എടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു ട്രാവൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വെച്ചാൽ അപ്പൊ ആ പോകുന്ന സമയത്ത് നമുക്ക് വെച്ചപ്പോൾ ചില വീടുകൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആകർഷിക്കത്തില്ല, നമ്മൾ പെട്ടെന്ന് അത് കൊള്ളാമെന്ന് തോന്നില്ല. അങ്ങനെ വെച്ചിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മളൊരു വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത്രയും നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ എന്തായാലും ഓരോന്നോരോന്നോട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ട ഫ്രണ്ട് തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഗായ്സ് നമ്മുടെ വേണ്ട ഫ്രണ്ട് ഇതാണ്, ഒരു കുഞ്ഞു കിളിക്കൂടാണിത്. ഓക്കെ, കിളിക്കൂട് വെക്കുന്ന പോലെ കൂട്ടിയെടുത്ത് ഒരു കിളിക്കൂടാണ് ഗായ്സ്, ഒരു കുഞ്ഞു വീടാണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ടാണത്. തീർച്ചയായിട്ടും നമ്മുടെ സിറ്റ് ഔട്ട് ഇങ്ങനെ ഒരു 6 ഫില്ലറൊക്കെ വെച്ച് ചെയ്ത സിറ്റ് ഔട്ടാണ്. ഇപ്പൊ ടേലിന്റെ പണിയൊക്കെ അത്യാവശ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം നമ്മളെ സോപാനത്തിലെ ബെഞ്ചൊക്കെ ഗ്രാനൈറ്റ് വെച്ചു, താഴെ ടൈൽസ് ഇട്ടു, സ്റ്റെപ്പിന്റെ പണിയായിരുന്നു ചേട്ടാ. സ്റ്റെപ്പിന്റെ പണി ഇതിപ്പം പണിക്കാര് പണി കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അതിന് വൃത്തിയാക്കാനൊക്കെ ഇടുമ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ചാനൽ വഴി ഇത് പിന്നെ നമ്മളൊരു രാക്ഷസനെ വാങ്ങിച്ചങ്ങ് വെച്ച് ഇരിക്കട്ടെ, ആരെങ്കിലും കണ്ണുപൊളിയാണെങ്കിൽ അവരെ കണ്ണടിച്ചങ്ങ് പോട്ടെ ഗായ്സ്. നമുക്ക് കൂടെ നിൽക്കുന്നവരുണ്ട്, എന്നാൽ ശത്രുക്കൾ കൂടുകയാണ് ഗായ്സ്. അതുകൊണ്ട് നമ്മൾ എന്തെയ്ത് കൂടെ നമ്മളൊരു കുമ്പളങ്ങം കെട്ടിയിട്ട്, ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതും ഇരിക്കട്ടെ. അപ്പം ഇതൊക്കെ നമ്മളെ ജനലും ഡോറും ഒക്കെയാണ് ഗായ്സ്. അപ്പൊ നമ്മളെ പിന്നെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞോ, നമ്മള് ഒരു കടക്കല് അന്തുവിന്റെ അമ്മമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. അങ്ങനെ പോയിട്ട് വന്ന വഴിക്ക് അവിടുത്തെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ഈ റിങ് ഇങ്ങനെ വെച്ചായിരുന്നു. ഇത് നമ്മളെ കിണറിന്റെ റിങ്ങാ, ജസ്റ്റ് ഒരു കൗതുകം തോന്നി ഞാനും വെച്ചതാ. അപ്പൊ അവര് വിചാരിക്കും എന്തൊക്കെയോ ഉണ്ടെന്ന്. സത്യം പറഞ്ഞ ഒന്നുമില്ല ഗായ്സ്, സാധാരണപ്പെട്ടൊരു വീട് തന്നെയാണ്. അണ്ടാ നമ്മളെ സൈഡിൽ ഗ്യാപ്പില്ല ഗായ്സ്, ഇത്ര വീതിയൊക്കെ ഉള്ളു കേട്ടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ 10 സെന്റാണ് ഉള്ളത്.
കാരണം നമ്മള് പൈസ എല്ലാം നോക്കണം നമ്മളല്ലേ. തീർച്ചയായിട്ടും. കാരണം വസ്തു വാങ്ങണം, ആ വീട് വെക്കണം. അപ്പൊ നമുക്ക് എല്ലാം നടക്കണം. കാരണം ആ 10 സെന്റിൽ ഒതുക്കി നിർത്തിയേക്കുന്ന വീടാണ്. അപ്പൊ അത്രേ സൗകര്യം ഉള്ളൂ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ കിച്ചൺ ഏരിയ ആണ്. ആദ്യം ബേക്ക് കാണിക്കാം. നമ്മള് മതിലൊന്നും ഇട്ടിട്ടില്ല. മതിലൊക്കെ ഇടുമ്പോഴേ കറക്റ്റ് ഇത് അറിയത്തുള്ളൂ. നമ്മുടെ കിച്ചന്റെ ഡോറാണ് കേട്ടോ. നമ്മള് ബാക്ക് വഴിയാണ് കേട്ടോ കയറുന്നത്. കാരണം ഇന്ന് ഫ്രണ്ടില് ഇത് ഇട്ടേക്കുന്നോണ്ട് നമുക്ക് പണിയൊക്കെ നടന്ന് ഇപ്പൊ അവര് പോയതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ചവിട്ടിക്കൂടാ. ചവിട്ടി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് കേട്ടോ നമ്മള് കൊച്ചെടുക്കള. കൊച്ചെടുക്കള നിങ്ങൾക്ക് കാണാം. സിമ്പിൾ കുഞ്ഞടുക്കള കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു ഹാൻഡ് വാഷ് വരുന്നുണ്ട്. കാരണം പാത്രം കഴുകാൻ കൂടുതൽ അത് അവര് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തേ ഉള്ളു. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ, നമ്മുടെ വലിയ കിച്ചൺ. വലിയ കിച്ചൺ അല്ല, ഇതും കുഞ്ഞു കിച്ചൺ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കിച്ചണാണ് കേട്ടോ. അല്ലെങ്കിൽ കാരണം നമ്മുടെ ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടില് ആര് വന്നാലും ഈ ഡോർ തുറന്നാൽ എനിക്ക് കാണാൻ പറ്റും. കിച്ചണിക്ക് കേട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയാണ് നമ്മള് വെച്ചിരിക്കുന്നത്. ഇവിടെ ആര് വന്നാലും എന്നെ ഞാൻ കിച്ചണിൽ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാണണം. എനിക്ക് മോനെ ശ്രദ്ധിക്കാൻ പറ്റും, ചേട്ടനെ ശ്രദ്ധിക്കാൻ പറ്റും, എന്റെ ജോലി നടക്കും, എല്ലാം നടക്കും. എന്നിട്ട് ഇതാണ് നമ്മളൊരു നമുക്ക് ടീ കൗണ്ടർ എന്ന രീതിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെച്ചേക്കുന്നത്. ഇവിടെ ഒന്നും ടൈലും കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണോ ഇനി? പിന്നെ ഇവിടെ നമ്മൾ 3 ലൈറ്റ് എഴുതിയില്ല. സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട് ലൈറ്റിന്റെ. പിന്നെ ഇവിടെ നമുക്ക് ചെയറൊക്കെ വെച്ചിട്ട് 2-3 ചെയറൊക്കെ വെച്ചിട്ട് പർഹോള രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. കാരണം വേറൊന്നല്ല, നമ്മൾ ജനലൊക്കെ അടച്ചിട്ടിരുന്നാലും നമുക്കൊരു വെട്ടം. നമ്മുടെ വീട്ടിൽ എപ്പോഴും വെളിച്ചം വേണമല്ലോ. അടച്ചിട്ടേക്കുക. നല്ല ഇരുട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് റൂം. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഫുഡാണല്ലോ മുഖ്യം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് അത്യാവശ്യം എല്ലായിടത്തും സീലിങ്ങിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സീലിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് അല്ലേ മോളെ? ഡൈനിങ് ടേബിളിൽ ഏരിയ നിൽക്കുന്നത്. ടേലിന്റെ പണിയായപ്പോൾ ഡോർ മൊത്തം അഴിച്ചു വെച്ചല്ലേ. ഈ ഡോറൊക്കെ നമ്മള് വീട്ടിൽ ചെയ്ത് കേട്ടാ. നമ്മള് തടി പോയി വാങ്ങിച്ചു, എന്നിട്ട് പണിക്കാരനെ വീട്ടിൽ നിർത്തി അവിടെ നിന്ന് ചെയ്യിപ്പിച്ചേ. മറ്റേ കാർപ്പൻ്റർ. അത് അന്ന് പിന്നെ ഇവിടുത്തെ ബാക്കി ഫുള്ള് സംഭവം നമുക്ക് പാലാഴ്ച നമ്മളൊരു ഹോം വിടും. അതിനകത്ത് വ്യക്തമായിട്ട് പറയാം. ഇവിടെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ ഇതാണ് ഹോള്. നമ്മുടെ വിശാലമായ കുഞ്ഞു ഹോളാണത്. വിശാലമായ കുഞ്ഞു ഹോളാണ് ഗായ്സ്. കുഞ്ഞു ഹോളാണ്. നമുക്ക് നമ്മുടെ സ്പേസ് ഇതാക്കി നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഒരു ഹോളുണ്ട്. സോഫ സെറ്റ് ആ കോർണറിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മളെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ സംഭവമൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭിത്തിയിലാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. പറുകോള. പിന്നെ ഇവിടെ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിംഗ് ഫുൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ വീടിന്റെ ആവശ്യം. ഇനി നമുക്ക് 3 ബെഡ്റൂം ഉണ്ട് കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് ബെഡ്റൂമിൽ കയറിക്കോ കുഞ്ഞുവാ വേണ്ടത്. നല്ല ഇരുട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഈ ബെഡ്റൂമാണ് നമ്മുടെ മോന് വേണ്ടിയുള്ള ബെഡ്റൂം. നമുക്ക് വിശാലമായ ഒരു വീഡിയോ പിന്നെ എടുക്കാം. ഇപ്പം ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഏതെങ്കിലും ഗസ്റ്റുകൾ വരികയാണെങ്കിൽ അവർക്കുള്ള ബെഡ്റൂം. പിന്നെ ഈ ബെഡ്റൂമിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. കാരണം ഇവിടെ ഈ സൈഡ് ബാത്റൂം വെക്കാറുണ്ട്. ആ ബെഡ്റൂമില് ബാത്റൂം വെക്കാൻ വാസ്തുപ്രകാരം ശരിയല്ല. സോ നമ്മളവിടെ വെച്ചില്ല. അതിനൊരു കോമൺ ബാത്റൂം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് വലുതായിട്ട്. ഇവിടെ നല്ല ഇരുട്ടാണ് ഗായ്സ്, ഒന്നും കാണത്തില്ല. പണിയെല്ലാം ഓരോന്നോരോന്ന് തീരുമ്പം അത്യാവശ്യം നല്ല പോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയുണ്ടത് ഗായ്സ്? അവിടെയും ഒന്നുമില്ല ഗായ്സ്. ഇതാണ് നമ്മളെ ബെഡ്റൂം. ഇവിടെ ടൈലിന്റെ പണി ഫിനിഷ് ആയിട്ടുണ്ട്.
പിന്നെ സീലിങ്ങിന്റെ പണിയും ഫിനിഷ് ആയിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഇവിടെ നമ്മളത്തെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുന്നത് അതും ഇരുട്ടായിട്ട് ഒന്നും കാണത്തില്ല, എല്ലാം പണികൾ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ സർപ്രൈസ് ഇതാണ് ഗായ്സ്. അപ്പൊ ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഏകദേശം ഒരു 5-6 മാസമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്, 5-6 മാസം കൊണ്ട് ഏകദേശം വീണ്ടും പണിയാൻ തീർക്കാൻ പറ്റണം. ദൈവത്തിന്റെ കയ്യിലാണ്. പിന്നെ നിങ്ങളെ ഓരോ സപ്പോർട്ടുമാണ് നമ്മളെ കൂടെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെന്താ, അപ്പം വീണ്ടും പണിയെല്ലാം ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം നമ്മളെ ചാനൽ, ഇത് നമ്മളെ ലോങ് വീഡിയോ ചാനലാണ്. നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ ചാനലായിരിക്കും വീടുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ മറ്റെല്ലാ വലിയ വ്ലോഗ്സുകളും ഇടുന്നത്. പിന്നെ ഞാൻ മിക്ക എല്ലാ വീഡിയോക്കകത്തും ഞാൻ കമന്റ് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്ത് കുഞ്ഞിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓരോ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ.